പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകളിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു രാഷ്ട്രീയ കേരളം ആ 24 മണിക്കൂറിനെ നോക്കിക്കണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു പകലിനുള്ളിൽ ഉണ്ടാകുമെന്ന ഉറച്ച പ്രഖ്യാപനം സതീശൻ നടത്തിയിരുന്നുവെങ്കിലും അനിശ്ചിതത്വങ്ങൾക്കും അതുപോലെ ചർച്ചകൾക്കുമെല്ലാം ഒടുവിൽ 50-ാം മണിക്കൂറിന് ശേഷമാണ് കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തന്നെ പുറത്തു വന്നത്. വൈകിയെങ്കിലും കൃത്യമായ രാഷ്ട്രീയ കണക്കൂട്ടലുള്ളതായിരുന്നു ആ പ്രഖ്യാപിക്കപ്പെട്ട 55 അംഗങ്ങളടങ്ങിയ ഈ പട്ടിക എന്നുള്ളത്. ഈ പട്ടികയിൽ രാഷ്ട്രീയ നിരീക്ഷകരെയും പൊതുജനങ്ങളെയും ഒരേപോലെ അമ്പരപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്ത ഒരു പേര് കൂടി ഉണ്ടായിരുന്നു. അത് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെത്തിയ രമേശ് പിഷാരടിയാണ്. പ്രഖ്യാപിക്കപ്പെട്ട 55 പേരിൽ ഏറ്റവും തന്ത്രപരമായതും അതുപോലെ ശ്രദ്ധേയമായ നീക്കം കൂടിയായിരുന്നു പിഷാരടിയുടെ ഈ സ്ഥാനാർത്ഥിത്വത്തെ വിലയിരുത്തേണ്ടത്. പാലക്കാട് മണ്ഡലം കോൺഗ്രസ് അതിശക്തമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടിനാട്ടിയ മണ്ഡലം കൂടിയാണ്. പാലക്കാടിന്റെ നഗരഹൃദയത്തിലെ BJP കോട്ടകൾ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് പാലക്കാട് BJPയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന സന്ദീപ് വാര്യരെ പോലും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ശക്തമായ പോരാട്ടം നടത്തിയപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അന്ന് 18,000-ലധികം വോട്ടിന്റെ ആ മണ്ഡലത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകില്ല എന്ന് നേരത്തെ തന്നെ അറിയുകയും ചെയ്യും. പക്ഷേ രമേശ് പിഷാരടി വന്നതോടെ ആ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി പരിശോധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം കോൺഗ്രസ്സുകാരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അപ്പുറത്ത് ഝാൻസി റാണി എന്ന് BJPക്കാർ വിളിക്കുന്ന അവരുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലെ ധീരവനിതയായ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നതും മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി എത്തുന്നതും. ശോഭാ സുരേന്ദ്രനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രമേശ് പിഷാരടിയെ മത്സരിപ്പിച്ചതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വില അത് നിങ്ങൾ ഒടുക്കേണ്ടി വരും, അത് കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട. കാരണം ശോഭാ സുരേന്ദ്രന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം, വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്നത് പോലെ എവിടേക്ക് മത്സരിച്ചിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ അതിശക്തമായ കുതിച്ചുകയറ്റവും അത്രത്തോളം വലിയ ഉയർച്ചയും എത്തിച്ചുള്ള പോരാട്ട വീര്യം, രക്തത്തിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ പ്രത്യേക കഴിവുള്ള ഇരുമ്പിനെ കാന്തം പിടിപ്പിക്കുന്ന പോലെ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള അസാമാന്യമായ ശേഷിയുള്ള ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നത്. ഇത്രയും തീവ്രമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന പോരാട്ട വീര്യമുള്ള ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തി ആരെയും അമ്പരപ്പിക്കുന്ന പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു വനിതാ നേതാവ് കേരളത്തിൽ വളരെ ചുരുക്കം കൂടിയാണ്. ശോഭാ സുരേന്ദ്രനോട് രാഷ്ട്രീയപരമായി പല എതിർപ്പുകളും പലർക്കും ഉണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യത്തിന് നേരെ നമ്മൾ ആരും കണ്ണടച്ചു പോകരുത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മത്സരിച്ചിട്ടുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ കണക്കെല്ലാം നോക്കുമ്പോൾ തന്നെ വെറുതെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. 2014 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അന്ന് പാലക്കാട് ലോക്സഭ മണ്ഡലത്തിൽ 1,65,587 വോട്ടുകളാണ് അവർ നേടിയത്. ഇത് കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയേക്കാൾ 6.29% അധികം കൂടിയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,761 വോട്ട് നേടി BJP സ്ഥാനാർത്ഥിയെ ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തുകയും ചെയ്തു. അന്ന് വോട്ടിംഗ് ശതമാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് 9.22%. 2019 ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 2,48,081 വോട്ട് നേടി BJP മൂന്നാമതാണ് എത്തിയത്. പക്ഷേ അവിടെ 14.43% ആ ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ വളർച്ച രേഖപ്പെടുത്തിയത്. 2024 ആലപ്പുഴയിൽ അവർ മത്സരിച്ചപ്പോൾ 2,99,648 വോട്ട് നേടി മൂന്നാമതെത്തി. പക്ഷേ അവിടെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധന എന്ന് പറയുന്നത് 11.66%. അപ്പോൾ മത്സരിക്കുന്ന സകല ഇടങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ആ നീക്കം അല്ലെങ്കിൽ ആ ഒരു നീക്കം എന്ന് പറയുന്നത് ശോഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ എവിടെയെല്ലാം മത്സരിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം വോട്ടിങ്ങിന് കുത്തനെ ഉയർന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രന് മാത്രം ഇവിടെ അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ മാത്രം വിജയം കൂടിയാണ്. അതുതന്നെയാണ് പാലക്കാട് ഏറ്റവും അധികം നിർണായകമാകുന്നതും. രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത, രാഷ്ട്രീയമായി വലിയ പോര് നടത്താത്ത അല്ലെങ്കിൽ പോര് നടന്ന സമീപകാലത്ത് പോലും വലിയ രാഷ്ട്രീയ പോർക്കളമായിരുന്ന പാലക്കാട് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദം ഉയർന്നതിനെ തുടർന്ന് ആ മണ്ഡലത്തിൽ നടന്ന കാഴ്ചകൾ മുഴുവൻ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലാതിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ BJPയും CPMനും ഒക്കെ അടിച്ചിരുത്തുന്ന അവിടെ തന്നെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് ഒരു വിഭാഗം തീർച്ചയായിട്ടും രാഹുലിനൊപ്പം ഉണ്ടാകുന്നുണ്ട്, ആ സമയത്തും ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും MLA ആകണമെന്ന് അല്ലെങ്കിൽ തിരിച്ചു വരണമെന്നും അങ്ങനെ രാഹുലിനെ ആരോപണം ഉയർത്തിയവർക്ക് മറുപടി കൊടുക്കണമെന്നും ഒക്കെ കരുതിയ ഒരു വിഭാഗം ആളുകൾ പാലക്കാടുണ്ട് എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൽ സ്ത്രീകളടക്കമുള്ളവരുണ്ട്, അമ്മമാരടക്കമുള്ള ഉണ്ടാകുന്നുമുണ്ട്. അതൊന്നും ഇല്ലാതെ നടിക്കാനും സാധിക്കില്ല, കണ്ണടയ്ക്കാനും പറ്റില്ല. ആ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അവിടെ രാഹുലിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മോശം MLA ആണെന്ന അഭിപ്രായം ആർക്കുമില്ല. കാരണം രാഹുൽ ഇപ്പോഴും അവിടെ സ്മൈൽ ഭവന പദ്ധതി എന്ന് പറഞ്ഞ് വീടുകൾ വെച്ച് കൊടുക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആ പരിപാടികളിലൊക്കെ വലിയ ജനസാന്നിധ്യവും ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികൾക്ക് രാഹുലിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം കോടതിയുടെ ഉത്തരവുകളടക്കം ഉള്ളത് കൊണ്ടാണ് രാഹുൽ പൊതുമധ്യത്തിൽ നിൽക്കുന്നതും. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുകയായിരുന്നുവെങ്കിൽ ഒരു വലിയ പോരാട്ടം ഉണ്ടായേക്കാമെങ്കിലും കോൺഗ്രസിന് അവിടെ
കയറി വരാൻ കഴിയുമെന്നുള്ള വികാരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ കഴിയില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലില്ല. അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് കൂടിയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിരുന്ന KS ജയഘോഷ് മത്സരിക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ജയഘോഷ് മണ്ഡലത്തിൽ സുപരിചിതനാണ്, യൂത്ത് കോൺഗ്രസിലെ ഒരു തീപ്പരി നേതാവാണ്. പക്ഷേ അവരൊന്നുമില്ലാതെ നൂലിൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി പാലക്കാടേക്ക് എത്തുമ്പോൾ അതങ്ങനെ മണ്ഡലത്തിൽ ഗുണകരമാകുമെന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നത്. പക്ഷേ മറുവശത്ത് നോക്കുക, ശോഭാ സുരേന്ദ്രൻ അതിശക്തമായ ഒരു കാൻഡിഡേറ്റ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, അല്ലെങ്കിൽ അതിശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മത്സരിച്ചിടത്തെല്ലാം വോട്ട് ശതമാനം ഉയർത്തിയ പാരമ്പര്യമുള്ള ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും പാലക്കാട് നഗരസഭ BJPയുടെ പക്കലുള്ളത് കൊണ്ട് കൂടിയും ഇവിടെ മത്സരിക്കുമ്പോൾ കൂടുതൽ വോട്ട് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് മാറ്റി നിർത്തുക. കാരണം ആ സമയത്ത് BJPയിൽ വലിയ തമ്മിലടിയൊക്കെ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ പൊതുവെ ദുർബലനായ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. കൃഷ്ണകുമാറിനെതിരെ BJPക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ മാങ്കൂട്ടത്തിനുള്ള ഒരു വലിയ സ്വീകാര്യതയും അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായ ഒരു പ്രധാന ഫാക്റ്റായി മാറുകയും ചെയ്തിരുന്നു. CPMന് വേണ്ടി സരിൻ മത്സരിച്ചപ്പോൾ സരിനെതിരായ ഒരു വികാരം LDFിനുള്ളിൽ തന്നെ ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സരിനൊരു പൊതുജന സമ്പർക്കമൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നതൊക്കെ അവിടെ വലിയ ഘടകങ്ങളായി മാറുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് കഴിഞ്ഞ തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ മുമ്പ് നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതായത് 2021 ഷാഫി പറമ്പിലും ശ്രീധരനും CPMന്റെ CP പ്രമോദും ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പായിട്ടാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തെ നാം താരതമ്യം ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുക. നോക്കൂ, ഇവിടെ അന്ന് ഷാഫി പറമ്പിൽ 54,079 വോട്ടുകളാണ് നേടിയത്. അന്ന് ശ്രീധരൻ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. അന്ന് 50,220 വോട്ടുകൾ ശ്രീധരൻ നേടി. അതായത് 35.34% വോട്ടുകളാണ് ശ്രീധരൻ ലഭിച്ചത്. CP പ്രമോദ് അന്ന് CPMന് വേണ്ടി മത്സരിച്ച കാൻഡിഡേറ്റ് കൂടിയാണ്. 36,430 വോട്ടുകൾ കിട്ടുകയും ചെയ്തു. അന്നുണ്ടായിരുന്ന മാർജിൻ, അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 3,859 വോട്ടുകൾ മാത്രമാണ്. അതായത് 2.71% വ്യത്യാസം മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ശ്രീധരൻ എന്നൊരു മാസ് കാൻഡിഡേറ്റ് ഏറ്റവും വലിയ തരത്തിൽ, അല്ലെങ്കിൽ കേരളം മുഴുവൻ ബഹുമാനിക്കുന്നൊരു വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ലാത്തൊരു വ്യക്തിയെ BJP അവിടെ അവതരിച്ചപ്പോൾ അന്ന് ഷാഫി പറമ്പിൽ എന്ന കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി മണ്ഡലം പ്രദാനം ചെയ്യുന്ന സിറ്റിംഗ് MLAയോട് അന്ന് BJP നടത്തിയ പോരാട്ടം നെക്ക് ടു നെക്ക് ഫൈറ്റ് കൂടിയായിരുന്നു. വെറും 2.71% മാത്രമാണ് വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജിലൊരു വേരിയേഷൻ വന്നത്. അതായത് 3,859 വോട്ടുകൾ മാത്രമാണ് ഷാഫി പറമ്പിൽ ജയിച്ചു കയറുന്നത്. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 17,483 ആയിരുന്നു ഭൂരിപക്ഷം. അതിന് മുമ്പത്തെ 2011 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് 7,403 വോട്ടിൻ്റെ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു അന്തരമുണ്ടായത് ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ്. അന്ന് പക്ഷേ പാലക്കാട് ഇന്നത്തെ അത്രയും BJPക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥി വന്നപ്പോൾ അവിടെ വലിയൊരു മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, പാലക്കാട് നഗരസഭ BJPയുടെ കയ്യിലാണ്. പാലക്കാട് ഉണ്ടായിരുന്ന വിഭാഗീയതകളെല്ലാം അവസാനിപ്പിച്ചു എന്ന് അവിടെ BJP നേതൃത്വം അവകാശപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ അവിടെ വലിയ പൊട്ടലും ചിറ്റലുമൊന്നും പാലക്കാട് കേൾക്കാനുമില്ല. അതുപോലെ പാലക്കാട്ടെ BJPയുടെ ചുമതലക്കാരൻ എന്ന് പറയുന്ന പ്രശാന്ത് ശിവനാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സമരമുഖത്ത് മുന്നിൽ നിന്ന ആളാണ് പ്രശാന്ത് ശിവൻ. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തെ തടയുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വെല്ലുവിളികളും തിരിച്ചടികളുമൊക്കെ പ്രശാന്ത് ശിവന് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഒരു യുവാക്കളെ കാൻഡിഡേറ്റ് ചെയ്യുന്നതിൽ BJPയുടെ പ്രവർത്തനം താഴെത്തട്ട് വരെ എത്തിക്കുന്നതിനൊക്കെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് പ്രശാന്ത് ശിവൻ എന്ന നിലയിൽ BJP നേതൃത്വം പ്രശാന്ത് ശിവനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ചുമതല നൽകുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാക്കി അവിടെ വെച്ചിരിക്കുന്നതും. അപ്പോൾ പ്രശാന്ത് ശിവനും BJPയുടെ ഇപ്പോഴത്തെ പാലക്കാട്ടെ നേതൃത്വവും ഒക്കെ തന്നെ ശോഭാ സുരേന്ദ്രനെ മുൻനിർത്തി ശക്തമായ പ്രചരണം നയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുന്നവർക്ക് 100% വിശ്വാസമുണ്ട്. കാരണം രമേശ് പിഷാരടി വരുന്നതിൽ കോൺഗ്രസിനുള്ളിൽ പോലും വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കരുത്തനായ ഒരു MLA കണ്ട് ശീലിച്ച ആളുകൾക്ക് രമേശ് പിഷാരടി എത്രത്തോളം സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയങ്ങളുമുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ കഴിവ് തെളിയിച്ചൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ BJP വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്യാൻ ശേഷിയുമുണ്ട്. നിഷ്പക്ഷമതികളും തന്നിലേക്ക് ആകർഷിക്കാൻ സാധിക്കുകയും ചെയ്യും. ശോഭാ സുരേന്ദ്രൻ കുറേ ദിവസങ്ങളായി മണ്ഡലത്തിൽ സജീവമാണ്. റോഡ് ഷോകളടക്കം വലിയ ജനപ്രാതിനിധ്യം ശോഭാ സുരേന്ദ്രൻ്റെ റോഡ് ഷോകളിലെല്ലാം ഉണ്ടാകുന്നുമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും
ഇഫ്താർ മീറ്റുകളിലും ഒക്കെ ആയിട്ട് എല്ലായിടത്തും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സജീവമാകുന്നുണ്ട്. അതെല്ലാം ശോഭയ്ക്ക് അനുകൂലമായ ഘടകങ്ങളായി മാറുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പാലക്കാടിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആയാലും CPM ആയാലും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ വൈകിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. രമേശ് പിഷാരടിക്ക് ഒരു സിനിമാ നടൻ എന്നതിനപ്പുറം രാഷ്ട്രീയപരമായി തിളച്ചു മറിയുന്ന പാലക്കാട് എങ്ങനെ ജനങ്ങളെ വകയിരുത്താൻ അല്ലെങ്കിൽ വരുതിയിലെത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ കയ്യിലെടുക്കാൻ കഴിയും എന്നുള്ളത് കണ്ട് തന്നെ അറിയുക വേണം. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഏറ്റവും ഒടുവിലായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇനി സ്വതന്ത്രമായി മത്സരിക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് പൂർണ്ണമായി ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ടുമുണ്ട്. അപ്പോഴും നമ്മൾ അവിടെ നോക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ്റെ ഫാക്ടറി തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത 100-ൽ 99% ഉറപ്പ് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ ഫാക്ടറി ഇപ്പോൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഫക്റ്റ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ വാർത്തകളും വിഷയങ്ങളുമെല്ലാം അവിടെ എത്രത്തോളം ഇഫക്റ്റ് ചെയ്യുന്നുള്ളത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അവിടെ കൃത്യമായി ശോഭാ സുരേന്ദ്രൻ കളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. കൃത്യമായി അങ്ങനെ വോട്ടുകൾ പോൾ ചെയ്താൽ അവിടെ ജയിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. മുന്നേ ശോഭാ സുരേന്ദ്രൻ BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്താൽ കഴിഞ്ഞ തവണ, അതായത് ഈ ശ്രീധരൻ മത്സരിച്ച സമയത്ത് ഉണ്ടായ പോലുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടിയാൽ തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ സിമ്പിളായിട്ട് ജയിച്ച് കയറാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സ്വതന്ത്രനായി പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ BJPയുടെ വിജയവും ഉറപ്പായിരിക്കും. ശോഭാ സുരേന്ദ്രന് ഈസി വാക്കോർ കൂടിയായിരിക്കും. ഇനി അതല്ല, മത്സരിക്കാതെ മാറി നിന്നാലും ശോഭാ സുരേന്ദ്രന് വലിയ തോതിൽ ജയസാധ്യതയുമുണ്ട്. ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ യാതൊരു സാധ്യമല്ല. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് വിജയം ഉറപ്പിച്ച് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരത്തിന് ഇറങ്ങുന്നത്. അത് അവരുടെ ശരീരഭാഷയിലും അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ റോഡ് ഷോകളിലുമൊക്കെ വിജയിച്ചു കഴിഞ്ഞെന്ന നിലയിലുള്ള കോൺഫിഡൻസ് പ്രകടവുമാണ്. കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം അവിടെ ഇപ്പോൾ CPMന് വേണ്ടി വന്നിരിക്കുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അവിടെ കോൺഗ്രസ് ആയി നിൽക്കുന്നത് രമേശ് പിഷാരടിയാണ്. ഇവർ രണ്ടുപേരും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരാണെന്ന് ചോദിച്ചാൽ അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പാലക്കാട് കോൺഗ്രസ് അത്യാവശ്യം വീർത്ത് തന്നെ പോവുകയും ചെയ്യും. അവിടെ ശോഭാ സുരേന്ദ്രൻ സിമ്പിളായി ജയിച്ചു കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.